ബിജെപിയുടെ വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിനാവില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിലെ കോൺഗ്രസിന് 10 ദിവസമായി തലയില്ലെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരത്ത് ഇഎംഎസ് അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ തലത്തിൽ ഇന്ന് ബിജെപി ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിനെ കൊണ്ട് സാധ്യമാവുകയില്ല. കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നാൽ ഇതിനെ നേരിടാമെന്ന് പ്രചരിപ്പിച്ച ആളുകൾക്ക് ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. 10 ദിവസമായി പ്രസിഡന്റ് ഇല്ലാത്ത KPCC ആണ് കേരളത്തിലെ KPCC, തലയില്ലാത്ത KPCC. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത, RSSന്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന, BJPയുടെ മുമ്പിൽ പരിങ്ങി നിൽക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. മലപ്പുറം തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യം പൊടിതട്ടിയൊടുക്കാൻ ശ്രമമെന്ന് VS അച്യുതാനന്ദൻ. കോൺഗ്രസിന് BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ടെന്നും VS പറഞ്ഞു. തിരുവനന്തപുരത്ത് EMS അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കോലീബി സഖ്യം നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ സഖ്യം വീണ്ടും പൊടിതട്ടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഏത് ജനവിരുദ്ധ പാർട്ടികളുമായി കൂട്ടുകൂടുന്നതിൽ അവർക്ക് ഒരു മടിയുമില്ല. രാജ്യവും ജനാധിപത്യവും മതനിരപേക്ഷതയുമൊക്കെ അവർക്ക് പ്രസംഗത്തിൽ പറയാനുള്ള ചില വാക്കുകൾ മാത്രമാണ്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. EMS നമ്പൂതിരിപ്പാട് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷം. വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടുന്ന വർത്തമാനകാലത്ത് EMSന്റെ വാക്കുകളുടെ പ്രാധാന്യം പ്രസക്തമാണ്. EMSന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് കേരളം. സഖാവ് EMS നമ്പൂതിരിപ്പാട് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷമാകുന്നു. ജന്മിത്തം കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ തീഷ്ണമായ സമരങ്ങളിൽ പങ്കാളിയായാണ് EMS പൊതുപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് സ്വത്വജീവിതം ത്യജിച്ച് ജന്മിത്വത്തിന്റെയും സമ്പത്തിന്റെയും അധികാരവും സൗകര്യങ്ങളും വിട്ടെറിഞ്ഞ് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പൂണൂലറുത്തുമാറ്റി കാലത്തെയും ചരിത്രത്തെയും തനിക്കൊപ്പം നടത്തിയ EMS ഒരു അത്ഭുതം തന്നെയാണ് സൃഷ്ടിച്ചത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയ EMS അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയത്. തൊഴിലാളി വർഗത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ലളിതമായ സ്വന്തം ജീവിതത്തിലൂടെ മലയാളികൾക്ക് മാതൃകയായി EMS എന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും അദൃശ്യ തടവറയ്ക്കുള്ളിൽ ഭയന്നു വിറച്ചു നിൽക്കുകയായിരുന്ന മനുഷ്യ മനസ്സുകളെ മോചിപ്പിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം തന്നെ മാറ്റിമറച്ചു. ലോകത്തിലാദ്യമായി ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഭരണത്തിലെത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന സവിശേഷണവും EMSന് സ്വന്തം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെയും ജന്മിത്വ സമ്പ്രദായത്തിനെതിരെയും ശക്തമായ പോരാട്ടമാണ് EMS നടത്തിയത് എന്നതിന് ഒരു ഉദാഹരണമാണ് ജന്മിത്വ സമ്പ്രദായത്തിന്റെ അടിവേറക്കുന്ന രീതിയിൽ EMS സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ട ഭൂപരിഷ്കരണ ബിൽ. ചരിത്രമെന്നത് സമ്പന്നന്റെയും രാജാക്കന്മാരുടെയും ജീവചരിത്രം മാത്രമല്ലെന്നും കീഴാളനും അടിച്ചമർത്തപ്പെടുന്നവനും ചരിത്രം നിർമ്മിക്കാൻ സ്ഥാനമുണ്ടെന്നും EMS ഉറക്കെ പറഞ്ഞു. വർഗീയതയുടെ അന്തരീക്ഷം വളരുന്ന, വർഗീയ കോമരങ്ങൾ കൊടികുത്തി വാഴുന്ന, അസഹിഷ്ണുതയുടെ വർത്തമാനങ്ങൾ രാജ്യത്തിന്റെ മതേതര മനസ്സുകളെ വ്രണപ്പെടുത്തുന്ന ഈ കാലത്ത് EMSന്റെ വാക്കുകളുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ മനസ്സിൽ എക്കാലവും EMS ജീവിക്കും, ഒരു രക്തനക്ഷത്രമായി. ഈ രാജ്യത്തെ തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളും അവയ്ക്ക് പിന്തുണ നൽകുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളും നടത്തുന്ന പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഹൈദരാബാദിൽ. ഹൈദരാബാദ് CPIM സംസ്ഥാന സെക്രട്ടറി T വീരഭദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഹൈദരാബാദിലെത്തുന്ന പിണറായി വിജയന് മലയാളികൾ പ്രത്യേക സ്വീകരണവും നൽകും. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന അസന്തുലിതാവസ്ഥയ്ക്കെതിരെ ഹൈദരാബാദ് CPIM സംസ്ഥാന സെക്രട്ടറി തമിനേനി വീരഭദ്രൻ നേതൃത്വത്തിൽ നടന്നുവരുന്ന പദയാത്ര ഇന്ന് സമാപിക്കും. കഴിഞ്ഞ 150 ദിവസത്തിലേറെ 32 ജില്ലകൾ പദയാത്ര പിന്നിട്ടു.
സാമൂഹ്യനീതിയാണ് ലക്ഷ്യമെന്ന് പദയാത്രയ്ക്കിടെ സംസ്ഥാന സെക്രട്ടറി തമിനേനി വീരഭദ്രൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. Our motto is to achieve social justice in Telangana because the population of Telangana consists of 93% SC, ST, BC, MBC, minorities population. We demanded that social justice be implemented in Telangana. But our government, since 2.5 years, no assurance was implemented, and going on, new assurances was giving day by day. സമാപനം കുറിച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഹൈദരാബാദിലെത്തുന്ന പിണറായി വിജയന് വിവിധ മലയാളി സംഘടനകൾ വൈകുന്നേരം 3 മണിക്ക് പ്രത്യേക സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രിക്ക് ഇതിനു മുമ്പ് ഒരു സ്വീകരണം, ഇതുപോലെയുള്ള സ്വീകരണം കൊടുത്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ് തെലങ്കാന മേഖലയിലുള്ള എല്ലാ മലയാളികളും ഒരുമിച്ചുകൊണ്ട് ഈ സ്വീകരണ ചടങ്ങ് കൊടുക്കുന്നത്. 4000 കിലോമീറ്ററിലേറെ പിന്നിട്ട പദയാത്രയുടെ ഓരോ വേദിയിലും എത്തുന്നത് ആയിരക്കണക്കിന് പേർ. സമാപന സമ്മേളനത്തിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഊഷ്മളമായ സ്വീകരണമാണ് ഹൈദരാബാദ് ജനത കാത്തുവച്ചിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. കണ്ണൂരിൽ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 4 CPIM പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തലശ്ശേരി ടെമ്പിൾ ഗേറ്റിൽ ഒരാൾക്ക് മർദ്ദനത്തിലും കണ്ണൂർ എടക്കാട് 3 പേർക്ക് വെട്ടേറ്റുമാണ് പരിക്ക്. ആക്രമണങ്ങൾക്ക് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്ന് CPIM ആരോപിച്ചു. വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുകയാണ്. സണ്ണി, പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ? ആക്രമണത്തിന് പിന്നിലെ ആളുകളെ കണ്ടെത്താനായോ? അഞ്ജു, ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ 4 CPIM പ്രവർത്തകരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവർ 2 പേരും ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലാണുള്ളത്. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് തലശ്ശേരി ടെമ്പിൾ ഗേറ്റിലും എടക്കാടിന് സമീപവും ആക്രമണങ്ങൾ ഉണ്ടായത്. ടെമ്പിൾ ഗേറ്റിൽ മണി എന്ന CPIM പ്രവർത്തകനെ RSS BJP പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റു. ഇദ്ദേഹം തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊട്ടു പിന്നാലെ നങ്ങാർത്തുപടിയിൽ രക്തസാക്ഷി വിജേഷിന്റെ പേരിലുള്ള സ്മാരക മന്ദിരത്തിന് സമീപവും ബോംബ് സ്ഫോടനം ഉണ്ടായി. ഇതിനു പിന്നിലും RSS BJP പ്രവർത്തകരാണ് CPIM ആരോപിച്ചിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിജേഷ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ഘട്ടത്തിലും ഇവിടെ ബോംബ് ആക്രമണം ഉണ്ടായിരുന്നു. ഇതേറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി കൊടിതോരണങ്ങൾ കെട്ടുന്നതിനിടയിലാണ് കാക്കാനംകോട്ട അമ്പലത്തിന് സമീപം CPIM പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. CPIM പ്രവർത്തകരായ രോഹിത്, അഭിനന്ദ്, ജിതിൻ എന്നിവർക്കാണ് ഇവിടെ വെച്ച് വെട്ടേറ്റത്. ഇതിൽ രോഹിത്, അഭിനന്ദ് എന്നിവർക്കാണ് സാരമായി പരിക്കുള്ളത്. ഇവരെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ജിതിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തലശ്ശേരി ടെമ്പിൾ ഗേറ്റിന് സമീപം BJP പ്രവർത്തകനായ അമിത്തിന് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു. അമിത്തിന്റെ കൈവിരലുകൾ അറ്റുപോയിട്ടുണ്ട്. ഇയാളിപ്പോൾ കോയമ്പത്തൂരിൽ ചികിത്സയിലാണ്. ബോംബ് നിർമ്മാണത്തിനിടയിലാണ് അമിത്തിന് പരിക്കേറ്റതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സർവകക്ഷി സമാധാന കമ്മിറ്റി യോഗം ചേരുകയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഒരു പാർട്ടികളുടെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാവില്ല എന്ന നിലയിലുള്ള തീരുമാനമെടുത്ത് കഴിഞ്ഞത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് 2 സംഭവങ്ങളിലായി 4 CPIM പ്രവർത്തകർക്ക് ഏകപക്ഷീയമായി ആക്രമണത്തിൽ പരിക്കേറ്റത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അഞ്ജു. ശരി, സണ്ണി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. UPയിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുക്കും. ബീഫ് നിർമ്മാണശാലകൾ അടച്ചുപൂട്ടുന്ന ഉത്തരവ് ഉടൻ യോഗി ആദിത്യനാഥ് മന്ത്രിസഭ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കടുത്ത വരൾച്ച കുട്ടനാടൻ കാർഷിക മേഖലയെ തകർത്തു. 100 കണക്കിന് കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു. 5000 ഹെക്ടറിലാണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കർഷകർക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. കവിതയിലെ ഈ വരികളിപ്പോൾ
കുട്ടനാട്ടിലെ കർഷകരുടെയും ആത്മഹത്യാക്കുറിപ്പുകളായിരിക്കുന്നു. ഉള്ള കിടപ്പാടം പോലും പണയപ്പെടുത്തിയാണ് കേരളത്തിന്റെ നെല്ലറ കാക്കാൻ കർഷകർ മുന്നിട്ടിറങ്ങിയത്. എന്നാൽ കാലാവസ്ഥ ചതിച്ചതോടെ കുട്ടനാട്ടിലെ കർഷകർക്ക് തങ്ങളുടെ കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം പ്രതീക്ഷിച്ചല്ല സാധാരണ കർഷകർ കൃഷി ഇറക്കുന്നത്. മറിച്ച് വരുന്ന ഒരു വർഷക്കാലം തങ്ങളുടെ ആവശ്യത്തിനുള്ള അരി ശേഖരിച്ചു വെക്കുക കൂടിയാണ് ഇവർ ചെയ്തിരുന്നത്. എന്നാൽ വടക്കേ ഇന്ത്യക്ക് സമാനമായി വരൾച്ച പാടശേഖരങ്ങളെ കീറിമുറിച്ചതോടെ നഷ്ടമായത് കർഷകരുടെ പ്രതീക്ഷകളായിരുന്നു. കാലവർഷം പെയ്തിട്ടില്ല, കറക്റ്റായിട്ട് തുലാവർഷം പെയ്തിട്ടില്ല, ഇതിനൊക്കെ കഠിനമായ ചൂട്, ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷിക്കാർ എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം 200 കോടി രൂപയുടെ നഷ്ടമാണ് ഇത്തവണ നെൽകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. 27,000 ഹെക്ടറിൽ ഇത്തവണ കൃഷി ഇറക്കിയെങ്കിലും പകുതിയിലധികവും പാതിവഴിയിൽ കർഷകർക്ക് വരൾച്ച മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു. കടലിനും കായലിനുമിടയിൽ കിടക്കുന്ന കുട്ടനാട്ടിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റ് കാർഷിക മേഖലയെക്കുറിച്ച് ചിന്തിക്കാവുന്നതേയുള്ളൂ. വരൾച്ച മൂലമുണ്ടായത് കുട്ടനാട്ടിലെ കർഷകരുടെ മാത്രം നഷ്ടമല്ല, അത് കേരളത്തിന്റെ നെല്ലറയെയാണ് കാര്യമായി ബാധിക്കുക. ഇനി എന്റെ ചലനവുമെടുത്തുകൊള്ളുക, ഇനി എന്റെ ചലനവുമെടു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കുണ്ടറയിൽ പീഡിപ്പിക്കപ്പെട്ട് മരിച്ച പെൺകുട്ടിയുടെ അമ്മയ്ക്കും മുത്തച്ഛനുമെതിരെ പെൺകുട്ടിയുടെ പിതാവ് രംഗത്ത്. പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എല്ലാം അറിയാം. അവർ സത്യം പറഞ്ഞാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനാവും. ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തിൽ തൃപ്തനാണെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. അതേസമയം 2015 പീഡനക്കേസ് പുനരന്വേഷിക്കാൻ റൂറൽ SP സുരേന്ദ്രൻ ഉത്തരവിട്ടു. ഡിവൈഎസ്പി കൃഷ്ണകുമാറിനാണ് അന്വേഷണ ചുമതല. സത്യം മാത്രമേ താൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പെൺകുട്ടിയുടെ അമ്മയും മുത്തച്ഛനും പറയുന്നത് കളവാണ്. അമ്മയ്ക്ക് എല്ലാം അറിയാം. ഇവർ സത്യം പറഞ്ഞാൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാകുമെന്നും പിതാവ് പറഞ്ഞു. പോലീസ് വളരെ സത്യസന്ധമായിട്ട് അവളോട് ചോദിക്കുന്നു, നിന്റെ മകൾ മരിച്ചു, ഇന്ന രീതിയിലാണ് മരിച്ചത്, എന്നാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ പോലും അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടായത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു സമീപനമാണ് അവൾ സ്വീകരിക്കുന്നത്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് കാട്ടി 2 തവണ പെൺകുട്ടികളുടെ അമ്മയും മുത്തച്ഛനും ചേർന്ന് തന്നെ കേസിൽ കുടുക്കാൻ ശ്രമിച്ചു. ഈ കേസ് പുനരന്വേഷണം നടത്താനുള്ള പോലീസ് തീരുമാനം ആശ്വാസം നൽകുന്നതാണ്. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും പിതാവ് പറഞ്ഞു. പോലീസിന്റെ അന്വേഷണത്തിലോ മറ്റൊന്നിലോ എനിക്ക് പരാതിയില്ല. സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണമെന്ന് മാത്രമാണ് എന്റെ ആവശ്യം. തന്നെ കേസിൽ കൊടുക്കാൻ പോലീസ് ശ്രമിച്ചിട്ടില്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. കൊല്ലം റൂറൽ SP സുരേന്ദ്രനാണ് കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടത്. കൊട്ടാരക്കര DYSP B കൃഷ്ണകുമാറിനാണ് അന്വേഷണ ചുമതല. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ കേസ് പുനരന്വേഷിക്കാൻ തീരുമാനിച്ചതിനുള്ള കാരണം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വർഷങ്ങളായി തരിശായി കിടന്ന് കൃഷിയോഗ്യമാക്കിയ കോഴിക്കോട് പേരാമ്പ്ര ആവളപ്പാണ്ടി കൊയ്ത്തുത്സവത്തിന് ഒരുങ്ങി. കൊയ്ത്തുത്സവം മന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 3 പതിറ്റാണ്ട് കാലം തരിശായി കിടന്ന ആവളപ്പാണ്ടിയാണ് കൊയ്ത്തുത്സവത്തിന് തയ്യാറായിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തതോടെയായിരുന്നു തരിശായി കിടന്ന ഒരു ഭൂമി പച്ചപ്പിന്റെ കുപ്പായം അണിഞ്ഞത്. നെല്ല് നമ്മുടെ എണ്ണം എല്ലാരും പാടത്തേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കോഴിക്കോട് ജില്ലയുടെ നെല്ലറ എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ആവളപ്പാണ്ടി കൃഷിയോഗ്യമാക്കി വിത്തിറക്കിയത്. മന്ത്രി TP രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര മണ്ഡലം വികസന മിഷൻ ജനകീയ കൂട്ടായ്മയിലൂടെയാണ് കൃഷി ഇറക്കിയത്. കൃഷിയിറക്കി 110 ദിവസത്തിനകമാണ് ഇപ്പോൾ നെല്ലിവിളഞ്ഞ് കൊയ്ത്തുത്സവത്തിന് പാടം തയ്യാറെടുത്തിരിക്കുന്നത്. മന്ത്രി സുനിൽകുമാറാണ് ഉത്സവം ഉദ്ഘാടനം ചെയ്യുക. 25 വർഷത്തോളമായി ആവളപ്പാണ്ടിയിൽ കൃഷിയുണ്ടാക്കാതെ പായലും പുല്ലും പടർന്ന് പന്തലിച്ച് കിടക്കുകയായിരുന്നു. CPMന്റെ നേതൃത്വത്തിൽ 5000-ഓളം വളണ്ടിയർമാർ ഈ വയലിലിറങ്ങി ഗ്രൂപ്പായി തിരിച്ച് മുഴുവൻ പായലും പുല്ലും മാറ്റാൻ അവർക്ക് സാധിച്ചു. അങ്ങനെയാണ് ഈ കൂട്ടായ്മയിൽ കൂടി തിരുവണ്ണൂർ ഗ്രാമപഞ്ചായത്തും സന്നദ്ധ സംഘടനകളും പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും വികസന മിഷനും എല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഈ കൃഷി ഇറക്കാനിവിടെ സാധിച്ചത്. 100 മേനി വിളവുള്ള ആവളപ്പാണ്ടിയിലെ നെല്ല് കിലോ 21 രൂപയ്ക്ക് കൺസ്യൂമർ ഫെഡ് സംഭരണം ഏറ്റെടുക്കാനും തയ്യാറാണ്. 30 വർഷത്തോളം തരിശായി കിടന്ന 920 ഏക്കർ സ്ഥലത്തെ കൃഷി നാടിന് പുതിയുണർവ് കൂടി പകർന്നു നൽകിയിരിക്കുകയാണ്. പച്ചപ്പിന്റെ പുതിയ ലോകം വരാനിരിക്കുന്ന കാലത്തിന്റെ വലിയ പ്രതീക്ഷ കൂടിയാണ് ഇവർക്ക് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്യാമ്പസുകളെ അരാഷ്ട്രീയവൽക്കരിച്ചാൽ യുവതലമുറയ്ക്ക് ദിശാബോധം നഷ്ടമാവുകയും മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഉയരുകയും ചെയ്യുമെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകനും കൈരളി TV മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസ് അഭിപ്രായപ്പെട്ടു.
SFI കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൂലധന ശക്തികൾ വിദ്യാഭ്യാസ രംഗം നിയന്ത്രിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടക്കുന്ന SFI കണ്ണൂർ ജില്ലാ സമ്മേളനം പാനൂർ ചൊക്ലിയിൽ ആരംഭിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിഭാസംഗമം കൈരളി ടെലിവിഷൻ മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ സമൂഹമാണ് കേരളത്തിന്റെ സവിശേഷത. ക്യാമ്പസുകൾ നിർവീര്യമാക്കപ്പെട്ടാൽ യുവത്വത്തിന് ദിശാബോധം നഷ്ടപ്പെടുമെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. കേരളത്തിലെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ വന്ന ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള ഒരു പരിണാമത്തിനുള്ള കാരണം കേരളത്തിലെ ക്യാമ്പസുകളെ നമ്മൾ നിർവീര്യമാക്കിയിരുന്നു. കേരളത്തിലെ ക്യാമ്പസുകളിലെ നിറസാന്നിധ്യമാണ് SFI. എന്നാൽ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പോലും ചില മാധ്യമങ്ങൾ SFIയെ വിചാരണ ചെയ്യുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. വളഞ്ഞിട്ട് SFIയെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരുപക്ഷെ ചെറിയൊരു പോരായ്മയെ വേണമെങ്കിൽ പെരുപ്പിച്ച് കാണിച്ച് വലിയ അകൽച്ച സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നു. വലിയ വർഗീയ അസ്വാസ്ഥ്യങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്ന സംഘടനകളെ വിമർശിക്കാൻ താല്പര്യമില്ലാത്ത വൈമുഖ്യം കാണിക്കുന്നവർ SFIയുടെ കുഞ്ഞു പിള്ളേർ എന്തെങ്കിലും ചെറിയൊരു കുരുത്തക്കേട് ചെയ്താൽ അതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു മാധ്യമ സംസ്കാരവും നമ്മുടെ ഇടയിൽ. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. വിദ്യാഭ്യാസ നയങ്ങൾ ഇന്ന് രൂപപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ വിദഗ്ധരല്ല, മറിച്ച് മൂലധന ശക്തികളാണെന്ന് മന്ത്രി രവീന്ദ്രനാഥ് പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നതും തുടർന്ന് പദ്ധതികൾ രൂപപ്പെടുത്തുന്നതും തുടർന്ന് പരിപാടികൾ നടപ്പിലാക്കുന്നതും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരല്ല, വിദ്യാഭ്യാസ വിചക്ഷണരല്ല, വിദ്യാഭ്യാസ രംഗത്തെ അനുഭവസ്ഥരല്ല, മറിച്ച് മൂലധനവും കോർപ്പറേറ്റുകളുമാണ് എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. സ്കൂൾ സർവകലാശാല കലോത്സവങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് SFI ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ പ്രതിഭാസംഗമത്തിൽ ജോൺ ബ്രിട്ടാസ് വിതരണം ചെയ്തു. സമ്മേളനം ഇന്ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.